കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കാൻ AICCയുടെ ശ്രമം രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷവും കോൺഗ്രസിലെ ഭിന്നതയിൽ സമവായമാകുന്നില്ല. അതേസമയം പതിവ് സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കി KPCCക്ക് വാർത്താക്കുറിപ്പ് പുറത്തിറക്കേണ്ടി വന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, സുധാകരനെതിരെ കേന്ദ്ര നേതൃത്വത്തോട് പരാതിയുമായി സതീശൻ നീങ്ങുന്നു. സംയുക്ത വാർത്താ സമ്മേളനം പോലും നടത്താനാകാതെ വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വരുന്നു. എന്താണ് കോൺഗ്രസിനുള്ളിലെ അടിയുടെ പുതിയ പരിണാമം? അജിംഷാദ്, കേരളത്തിലെ കോൺഗ്രസിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് AICC ഹൈക്കമാൻഡ് നേതൃത്വം ഇക്കാര്യത്തിൽ ശക്തമായ കടുത്ത നടപടി വേണമെന്ന നിലപാടിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലാണ്. അവർ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അവർ കഴിഞ്ഞ ദിവസത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം ഓരോ നേതാക്കളെയും വെവ്വേറെ പ്രത്യേകിച്ച് കൂടിക്കാഴ്ച നടത്തുകയാണ്. AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തല മുതൽ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, അങ്ങനെ ഓരോ നേതാക്കളുടെ അഭിപ്രായം അവർ വെവ്വേറെ തേടുന്നുണ്ട്. നേതൃത്വ മാറ്റം വേണം. നിലവിൽ ഇങ്ങനെയൊരു KPCC നേതൃത്വവും മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രവർത്തന രംഗത്ത് സജീവമല്ലാത്ത നേതാക്കളെ മുഴുവൻ മാറ്റണം. സമ്പൂർണ്ണമായ പുനഃസംഘടന വേണമെങ്കിൽ അത് വേണം. ഇക്കാര്യത്തിൽ മുതിർന്ന നേതാക്കളുടെ ഓരോരുത്തരെയും മുൻ KPCC അധ്യക്ഷന്മാർ, മുതിർന്ന നേതാക്കൾ, സാധാരണപ്പെട്ട KPCC അംഗങ്ങൾ, ഒപ്പം തന്നെ പോഷക സംഘടനയുടെ ഭാരവാഹികൾ, KSU, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് തുടങ്ങിയ എല്ലാ തട്ടിലുമുള്ള നേതാക്കളെയും വെവ്വേറെ കാണുകയാണ്. ഇതിൽ ഇന്ന് വൈകിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും ദീപാദാസ് മുൻഷിയെ കാണും. ദീപാദാസ് മുൻഷിയെ കാണുമ്പോൾ VD സതീശൻ സ്വാഭാവികമായും സമ്പൂർണ്ണ പുനഃസംഘടനയാണ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെ അടക്കം മാറ്റി പുതിയ നേതൃത്വം വരണം എന്ന ആവശ്യമായിരിക്കും മുന്നോട്ട് വയ്ക്കുക. പക്ഷേ രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാനുമൊക്കെ നേരത്തെ തന്നെ കണ്ടിരുന്നു. അവർക്ക് സുധാകരൻ ഈ ഘട്ടത്തിൽ മാറ്റുന്നതിനോട് അഭിപ്രായമുള്ള നേതാക്കളല്ല. അങ്ങനെ മാറുകയാണ് എങ്കിൽ സമ്പൂർണ്ണമായി രണ്ട് നേതാക്കളും, കാരണം പുതിയ നേതൃത്വം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനെയും ഒപ്പം തന്നെ KPCC അധ്യക്ഷനെയും ഒരുമിച്ചാണ് തിരഞ്ഞെടുത്തത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വിജയത്തിൽ VD സതീശൻ മാത്രം അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം KPCC നയിച്ചിരുന്നത് കെ സുധാകരനാണ്. അതുകൊണ്ട് മാറുകയാണ് എങ്കിൽ രണ്ടുപേരും മാറട്ടെ എന്ന നിലപാട് കെ സുധാകരനും അടുത്ത നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് സമ്പൂർണ്ണ നേതൃത്വ മാറ്റത്തിലേക്ക് പോകുമോ, അക്കാര്യത്തിൽ VD സതീശൻ ഉന്നയിക്കുന്ന വാദങ്ങൾ AICC നേതൃത്വം അംഗീകരിക്കുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. മറ്റൊരു കാര്യം, ഇന്നലെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ തമ്മിൽ വലിയ തരത്തിലുള്ള വാക്കേറ്റമുണ്ടായി. വാക്കേറ്റത്തിന് ശേഷം ഈ സമ്പൂർണ്ണമായ ഐക്യം വേണം, ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം AICC വെച്ചു. ഇതിന് പരിഹാരമായി AICC എടുത്ത തീരുമാനമെന്ന് പറഞ്ഞത് ഇന്ന് 10:30 മണിക്ക് സുധാകരനും VD സതീശനും ഒരുമിച്ച് KPCC ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തണമെന്നതായിരുന്നു. പക്ഷേ നേതാക്കൾക്ക് ഇത് നടത്താൻ കഴിഞ്ഞില്ല. അതിന് ന്യായമായി പറഞ്ഞത് AICCയുടെ ജനറൽ സെക്രട്ടറിയായ PV മോഹനൻ പാലായിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു, അതുകൊണ്ട് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ സന്ദർശിച്ചു പോകണം എന്ന ന്യായമാണ് KPCC നേതൃത്വം പറഞ്ഞത്. എന്നാൽ അതല്ല വസ്തുത എന്ന് തിരിച്ചറിയുന്നു. കാരണം 10:30 യോഗം വയ്ക്കുമ്പോൾ KPCC അധ്യക്ഷൻ ഉച്ചവരെ 1:30 വരെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം തലസ്ഥാനം വിട്ടുപോയത്. VD സതീശൻ ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട്. രണ്ടുപേർക്കും 10:30 KPCC ആസ്ഥാനത്ത് വന്നിരുന്ന് വാർത്താ സമ്മേളനം നടത്താമായിരുന്നു. പക്ഷേ നേതാക്കൾ ഒരുമിച്ചിരിക്കാൻ, പ്രത്യേകിച്ച് VD സതീശൻ കെ സുധാകരനൊപ്പം ഇരുന്ന് വാർത്താ സമ്മേളനം നടത്താൻ സന്നദ്ധമായിട്ടില്ല. AICC എടുത്ത തീരുമാനത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് VD സതീശൻ മുന്നോട്ട് പോയി എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. അതുകൊണ്ട് വലിയ തർക്കം നടക്കുകയാണ്. AICC സമ്പൂർണ്ണ നേതൃമാറ്റം വേണമെങ്കിൽ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വെവ്വേറെ കാണുകയാണ്. വൈകിട്ട് VD സതീശൻ കാണുമ്പോൾ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കും എന്നതാണ് പുറത്തു വരുന്ന സൂചന. കോൺഗ്രസിൽ അടിയോടടി, അടിക്ക് അയവില്ല. ഒന്നിച്ചിരുന്ന് വാർത്താ സമ്മേളനം പോലും നടത്താൻ, അതും AICCയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും നടത്താൻ കഴിയാതെ പോകുന്നു. AICC പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് VD സതീശനും KPCC സ്ഥാനത്ത് നിന്ന് സുധാകരനെയും മാറ്റാനുള്ള സാധ്യത പോലും തെളിയുകയാണ്. എന്തായിരുന്നാലും ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് നൃപൻ ചക്രവർത്തി നൽകിയത്.